ജിഷോ ലോൺ ആൻ്റണി സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ, അദ്ദേഹം തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് രുധിരം. അതിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് രാജ്ബി ഷെട്ടി, അപർണ ബാലമുരളി തുടങ്ങിയവരാണ്. രാജ്ബി ഷെട്ടിയെ ഒരു വലിയ വിഭാഗം മലയാളികൾക്ക് ടർബോയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ പരിചയം ഉണ്ടാവുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ കന്നഡ സിനിമകളൊക്കെ പറ്റിയാൽ കുത്തിയിരുന്ന് കാണണം. ചിലതൊക്കെ ഡബ് ചെയ്ത് റിലീസായിട്ടുണ്ട്. ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ രൂപാന്തര എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, ടോബി ഉണ്ട്. ഇനി ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഇതൊക്കെ വായിച്ചു കളഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഗരുഡഗമന വൃഷഭവാഹന എന്ന സിനിമ കാണണം. അതൊരു വേറെ ലെവൽ പടമാണ്. അതിലെ പെർഫോമൻസും വേറെ ലെവലിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഒരു സ്ക്രിപ്റ്റ് കേട്ട് അതിൽ ഒരു പ്രധാന വേഷത്തെ അവതരിപ്പിച്ചുകൊണ്ട് വരുന്നു എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് അപർണ ബാലമുരളി അവരുടെ കരിയറിലെ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ത്രില്ലർ ഗണത്തിൽ വരുന്ന അല്ലെങ്കിൽ അവസാനം വരെ ഒരു സസ്പെൻസ് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന സിനിമകളൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ അപർണ ബാലമുരളിയെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിക്കുന്നതിന് ട്രെയിലർ കാണുമ്പോഴേ നമുക്കറിയാം അതിലൊരു ത്രില്ലർ സ്വഭാവം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. പതുപോലെ പോസിറ്റീവ്സ് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ മ്യൂസിക്കാണ്. മ്യൂസിക്സ് ആണ് ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അവർ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ചെയ്തിട്ടുള്ള ചില പണികളൊക്കെ, ചില സീനുകളെ, അതായത് ഒരു വൻ സംഭവം എന്നല്ല വിഷ്വലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെച്ചാൽ കഥാപരമായിട്ടാണ് പറയുന്നത്, വിഷ്വൽ കൊള്ളില്ല എന്നല്ല, കഥാപരമായി നമ്മളെ ഭയങ്കരമായിട്ട് അങ്ങ് ചാർജ് ആക്കുന്നതോ നമ്മളെ ഉദ്വേഗത്തിൻ്റെ മുൾമുനയിൽ എത്തിക്കുന്നതോ അങ്ങനെയുള്ള മൊമെൻറ്റുകൾ ഉണ്ടെന്ന് തോന്നിയില്ല. പക്ഷേ അത്തരം മൊമെൻറ്റുകളെ പോലും കുറച്ചും കൂടി ഒന്ന് ലിഫ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതിൽ മ്യൂസിക്കിനൊരു വലിയ പങ്കുണ്ട്. ഞാൻ ഈ പടം കഴിഞ്ഞിട്ട് ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ്സ് ഇങ്ങനെ കാണിക്കുന്ന സമയത്തും മ്യൂസിക് കേട്ട് കുറച്ച് നേരം ഇരുന്നു. നല്ല രസമുണ്ട് അത് കേൾക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ വിഷ്വലാണ്. വളരെ രസമായിട്ടാണ് ഇതിൻ്റെ വിഷ്വൽസ് അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ വളരെ സുന്ദരമായിട്ടുള്ള ഒരു പ്രദേശമാണ് നമ്മൾ കാണുന്നത്. നിഷ്കളങ്കരായ കുറേ മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. ആ സൗന്ദര്യത്തോടൊപ്പം, ആ പ്രദേശത്തിൻ്റെ സൗന്ദര്യത്തോടൊപ്പം അവിടെ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢമായിട്ടുള്ള ഒരു കാര്യത്തെയാണ് അവതരിപ്പിക്കുന്നത്. അതിനൊരു ഭീകരതയുടെ ഒരു വശമുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ട് പോകുന്ന അതിൻ്റെ ഒരു വിഷ്വൽ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. മൂന്നാമത്തെ പോസിറ്റീവ്, ഇതിൽ ചൈൽഡ്ഹുഡും അതുമായി ബന്ധപ്പെട്ട് അവർ നേരിടേണ്ടി വരുന്ന ചില ഇരപിടിയന്മാരും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും ഏത് പോയിൻ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത്. ആ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് എനിക്കൊരു പോസിറ്റീവ് ഘടകമായിട്ട് ഫീൽ ചെയ്തു. നാലാമത്തെ കാര്യം ഇതിലെ പെർഫോമൻസുകളാണ്. ഇതിൽ അപർണയും രാജ്ബി ഷെട്ടിയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടത്. അവരവിടെ നിൽക്കട്ടെ. പക്ഷേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ രണ്ട് പെർഫോമേഴ്സ് ഉണ്ട്. അതിലൊന്ന് ഒരമ്മയാണ്. കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് രാജ്ബി ഷെട്ടിയുടെ അടുത്ത് വരുന്നൊരമ്മ. അവർ വലിയ എക്സ്പ്രഷനൊന്നും കൊടുക്കാതെ അവരിങ്ങനെ പ്ലെയിനായിട്ട് നിൽക്കുകയാണ്. ക്യാമറ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അവരുടെ മുഖത്തേക്ക്. അവർ ആ ഇമോഷൻസ് സംസാരത്തിലൂടെ മാത്രം എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കണ്ണുകളുടെ മൂവ്മെൻറ്റ്. അവരൊരു അടിപൊളി ആർട്ടിസ്റ്റാണ് എന്ന് നമുക്കിങ്ങനെ കാണുമ്പോൾ തോന്നില്ലേ, ഇവർ കൊള്ളാലോ എന്ന് നമുക്ക് ഫീൽ ചെയ്യില്ലേ. അങ്ങനെ നല്ലൊരു പെർഫോമൻസ് കാണാൻ പറ്റി. എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി കണ്ടപ്പോൾ. ആൻഡ് രണ്ടാമത്തത്, ഈ സിനിമയിലൊരു മെമ്പറുണ്ട്. ആ മെമ്പർ അയാളുടെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വെക്കുന്ന കാര്യങ്ങൾ, പുള്ളി ഈ കുട്ടിയുടെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന രീതിയൊക്കെ കാണുമ്പോഴേ നമുക്ക് ശരിക്കും അത്രയും അങ്ങോട്ട് സ്നേഹമൊക്കെ തോന്നും പുള്ളിയോട്. ആൻഡ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു പട്ടിയുണ്ട്, എലിയുണ്ട്. എലി VFX പരിപാടികളൊക്കെ ആയിരിക്കാം, പക്ഷേ ഉള്ളത് അവർ വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് അപർണയുടെയും രാജ്ബി ഷെട്ടിയുടെയും കാര്യം പറയുമ്പോൾ ഇവർ രണ്ടുപേരും നല്ല പെർഫോമേഴ്സ് ആണ്. ഇതിനു മുമ്പ് അവർ തെളിയിച്ചിട്ടുള്ളതുമാണ്. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസിൻ്റെ മികവിനെ ഉൾക്കൊള്ളിക്കാനുള്ള സിനിമയുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചൊരു പ്രധാന ചോദ്യമായിട്ട് ഫീൽ ചെയ്തത്. രണ്ടുപേരും അവർക്ക് ഈ സിനിമയിൽ എന്താണോ ആ കഥാപാത്രങ്ങൾക്ക് ചെയ്യാനുള്ളത് അത് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ പട്ടിയെ കാണുന്നുണ്ട്, എലിയെ കാണുന്നുണ്ട്, തേനീച്ചയുണ്ട്, പിന്നെ ഈ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവർ ഇൻകോപ്പറേറ്റ് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ സിംബോളിക്കലി അവതരിപ്പിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നി. പക്ഷേ അത് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ സിനിമ അങ്ങനെ ഒരു എൻഗേജിങ് ഫീല് നമുക്ക് തരണമല്ലോ. അൾട്ടിമേറ്റ്ലി അത് സിനിമയിൽ മിസ് ചെയ്തിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഒരു സീനുണ്ട്. ആ സീൻ കണ്ടപ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സിനിമയിലെ സൈക്കോ അതാരാണെന്നുള്ളത് സിനിമ തുടങ്ങുമ്പോൾ തന്നെ അവർ റിവീൽ ചെയ്യുന്നുണ്ട്. അതൊരു വലിയ സസ്പെൻസ് ഫാക്ടറൊന്നുമല്ല. ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോഴും നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം ഇയാളായിരിക്കും ഇന്ന പോലെ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ അയാളേക്കാൾ വലിയ സൈക്കോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഇച്ചിപ്പോന്ന കാര്യങ്ങൾക്കൊക്കെ വലിയ മോട്ടിവേഷൻ കഥയും പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേണ്ട, അതായത് നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ട ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരെ മാങ്ങയ്ക്ക് കല്ലെറിയാനൊക്കെ വിട്ട കൊച്ചുമോളെ അങ്ങനെ മാങ്ങയ്ക്ക് കല്ലെറിയാൻ വിട്ട ഒരു അമ്മൂമ്മ സൈക്കോ ഉണ്ട് ഈ സിനിമയിൽ. അവരെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ആയ കാലത്ത് പഠിപ്പിക്കേണ്ട സമയത്ത് ചിലതൊക്കെ പഠിപ്പിച്ചിരുന്നെങ്കിൽ നായിക ഇത്ര ഒന്നും കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. ആ കഷ്ടപ്പാട് പറയുമ്പോൾ അപർണ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തോന്നി. എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ട്. പക്ഷേ അത് അവതരിപ്പിക്കാൻ അപർണ സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ എനിക്ക് സിനിമ വിഷ്വലി കണ്ടുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അപർണ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞല്ലോ, അതിനോട് കണക്ട് ചെയ്ത് തന്നെ പറയാവുന്നതാണ്. ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒരുപാട് വൈ, ഒരുപാട് വാട്ട്, ഒരുപാട് ഹൗ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. കാര്യം ലോജിക്കലിയൊക്കെ നമുക്ക് യോജിക്കാൻ തോന്നാത്ത അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇതിനകത്ത് വന്നിട്ട്, മാത്രമല്ല ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇമോഷണൽ സംഭവമുണ്ട്. അതായത് നായികയുടെ ഒരു ടേണിങ് സംഭവിക്കുന്നൊരു
സിറ്റുവേഷൻ. അപ്പോൾ അവിടെ നല്ലോണം വർക്കാവേണ്ടിയിരുന്ന ഒരു ഇമോഷൻ ഉണ്ടായിരുന്നു. ആ ഇമോഷൻ ശരിക്കും വർക്കായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളിലും ഒരു തൃപ്തി ഉണ്ടല്ലോ. ആസ് എ പ്രേക്ഷകൻ ഒരു നായകൻ അല്ലെങ്കിൽ നായിക അവർ ജയിക്കുമ്പോൾ അല്ലെങ്കിൽ വില്ലനെ തോൽപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവേണ്ടുന്ന ഒരു തൃപ്തിയുണ്ട്. ആ തൃപ്തിയിലേക്ക് വരുന്നില്ലായിരുന്നു. ഒരുപാട് ഇങ്ങനെ കിടപ്പുണ്ട്. എങ്ങനെ സാധിക്കും അങ്ങനെ കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ട്? ആൻഡ് യാതൊരു പ്രശ്നമില്ലാത്ത ഒരാൾ എത്തിപ്പെടുന്നതിന് മുമ്പ് ഇയാൾ എങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്നൊക്കെ പറയുന്ന പോലത്തെ കുറേ ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവും. ഒത്തിരി കാര്യങ്ങളിലേക്ക് പോയാൽ സ്പോയിലർ ആവും എന്നുള്ളതാണ്. പക്ഷേ ഒത്തിരി വൈ, വാട്ട്, ഹൗ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എസ്പെഷ്യലി സിനിമ ഏറ്റവും കൂടുതൽ നമ്മളെ പിടിച്ചെടുത്തേണ്ട ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ. അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമയിൽ ഒരു ത്രില്ലർ സ്വഭാവമുള്ളൊരു സിനിമയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആരെയോ പിടിച്ചുകൊണ്ട് വരുന്നു, അവർ രക്ഷപ്പെടുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ചില കാരണങ്ങളുണ്ടാവുമല്ലോ. അത് അനാവരണം ചെയ്യപ്പെടുകയും കൂടി ചെയ്യുമ്പോഴാണല്ലോ അത് സിനിമ കംപ്ലീറ്റ് ആവുക. ആ അനാവരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്തില്ല. അപ്പോൾ എന്താ പറയുക, ഇതിലൊരു പെയിനുണ്ട്. ആ പെയിൻ വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് പ്രേക്ഷകനും കൂടി തോന്നിയിട്ട് അപ്പോൾ അയാൾ അങ്ങനെ ചെയ്യുന്നതിൽ അങ്ങനെ കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തോന്നണമല്ലോ. ആ ഒരു കണക്ഷൻ, ആ ഒരു കൺവിൻസിങ് ഫാക്ടർ അത് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. അതായത് നമുക്ക് ഒരു ഇമോഷണൽ കണക്റ്റൊക്കെ ഫീൽ ചെയ്ത് അല്ലെങ്കിൽ ഒരു എൻഗേജിങ് ഫീലൊക്കെ തന്ന് അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഇത്തരം സിനിമകൾ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് വൻ സംഭവമായിട്ട് തോന്നുക. ഇതെനിക്ക് 2 മണിക്കൂറിനടുത്തേ പടമുള്ളെങ്കിലും അതിലും കൂടുതൽ എത്രയോ കണ്ടു തീർത്തതുപോലെ, നിങ്ങൾ വേഗം വിഷയത്തിലേക്ക് വരൂ, സംഭവമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. വേറെയും ചില ലോജിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ പറയുമ്പോൾ കുറേ സ്പോയിലർ എലമെൻറ്റുകൾ കടന്നു വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല. എന്നെ സംബന്ധിച്ച് സമയമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു തരക്കേടില്ലാത്ത സിനിമ എന്ന് മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഒരുപാടിടങ്ങളിൽ അനാവശ്യമായി ചോദ്യങ്ങൾ ബാക്കി വെച്ച് പോകുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് ഈ തോന്നിയ പ്രശ്നങ്ങളൊന്നും ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല, ചോദ്യങ്ങൾ തോന്നിയിട്ടുണ്ടാവില്ല. അങ്ങനെ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ കമൻസും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.